അങ്ങനെ നമ്മൾ പപ്പനാവനെയൊക്കെ കണ്ട് തൊട്ടടുത്തുള്ള സ്ട്രീറ്റിൽ പോയി ഷോപ്പിംഗ് ചെയ്യാതിരിക്കുമോ? അപ്പോൾ നമ്മുടെ പഴവങ്ങാടി ടെമ്പിളിൻ്റെ ബാക്കിലായിട്ട് ഒരു വലിയ ഷോപ്പിംഗ് സ്ട്രീറ്റ് ഉണ്ട് കേട്ടോ, നിറയെ രാമേന്ദ്രയും ഒക്കെ ആയിട്ട്. അങ്ങനെ അവിടെ ഒരു കമ്മലിൻ്റെ മാത്രം കടയായിട്ടോ നിങ്ങളെ കാണുന്നത്. ചേച്ചി അവിടെ കയറി കുറേ കമ്മലൊക്കെ നോക്കി. പിന്നെ ഞങ്ങൾ രാമേന്ദ്രനിലൊക്കെ കയറി. ചേച്ചിക്ക് കുറച്ച് ആവശ്യമൊക്കെ ഉണ്ടായിരുന്നു. എൻ്റെ മെയിൻ ഉന്നം അന്നമാണെന്ന് നിങ്ങൾക്കറിയാലോ. അപ്പം എൻ്റെ അന്നം തേടിയുള്ള യാത്ര കേട്ടോ ഇത്. അങ്ങനെ നമ്മൾ എത്തിപ്പെട്ടിരിക്കുന്നത് മഹാബോളിയിലാണ്. ഞാൻ നേരത്തെ ബോളി കഴിച്ചിട്ടുണ്ടെങ്കിലും ഇങ്ങനെ ലൈവായിട്ട് അവിടെ ചെന്നത് ചൂടോടെ കഴിച്ചിട്ടില്ല. അങ്ങനെ നമ്മൾ 2 ബോളി കഴിക്കാനും പറഞ്ഞു. ഒരു പായസവും വാങ്ങി അവിടുന്ന്. ബാക്കി 10 ബോളി പാഴ്സൽ എടുത്തു കേട്ടോ. എന്നിട്ട് ഈ പായസം ഇങ്ങനെ കുലുക്കി എടുക്കണം. നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ ഡിസ്പ്ലേയിൽ ഈ പായസം വെച്ചിട്ടുണ്ടായിരുന്നു. അതിനകത്തുനിന്ന് ഒരു പാൽപ്പായസമാണ് ഞാൻ സെലക്ട് ചെയ്തത്. നല്ല ക്യാരമലൈസ്ഡ് ആയതുകൊണ്ടാണോ എന്നറിയത്തില്ല, ആ പായസത്തിൻ്റെ കളർ നിങ്ങൾ കാണുന്നുണ്ടല്ലോ അല്ലേ. അതിന് ശേഷം ആ ബോളിക്കകത്തോട്ട് അങ്ങോട്ട് ഒഴിച്ച്, കാഴ്ചയിൽ ബോളി വലിയ ചൂടായിട്ടൊന്നും തോന്നിയില്ല കേട്ടോ. പക്ഷേ അങ്ങോട്ട് കൈയിട്ടത് മാത്രമേ ഓർമ്മയുള്ളൂ. ഒടുക്കത്തെ ചൂടായിരുന്നു, പൊള്ളിപ്പോയി കേട്ടോ. പിന്നെ ബോളി കഴിച്ചിട്ട് ചേച്ചി അഭിപ്രായപ്പെട്ടത് അവരുടെ ട്രിവാൻഡ്രത്തിൻ്റെ ഒരു ഒതൻറ്റിക് ടേസ്റ്റുള്ള ബോളി അല്ല കേട്ടോ ഇത് ബോംബെയിലൊക്കെ കിട്ടുന്ന പുരൻ ബോളിയുടെ ടേസ്റ്റാണ് കേട്ടോ ചേച്ചി പറഞ്ഞത്. അവരുടെ നോർമൽ ബോളി ഈ ടേസ്റ്റ് അല്ല. പക്ഷേ എന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, നല്ല മധുരമായിരുന്നു കേട്ടോ. ഇത് നിങ്ങൾ കണ്ട എക്സ്പ്രഷൻ എൻ്റെ കൈ പൊള്ളിയതിൻ്റെ കേട്ടോ. നല്ല അടിപൊളി പായസമായിരുന്നു. പിന്നെ കുറേ സമയം എടുത്ത് പായസമൊക്കെ ഫിനിഷ് ചെയ്ത് വീട്ടിലേക്കുള്ള പാഴ്സലൊക്കെ വാങ്ങി അതൊക്കെ എവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. ഇത്തവണ ഒരുപാട് പായസം കുടിച്ചേ, കാരണം നമ്മുടെ പപ്പനാവൻ്റെ അവിടെയും ഇത് തന്നെയാണ് പ്രസാദമായി കിട്ടുന്നത്. പിന്നെ ഇരട്ടി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും ഇതും ബോളിയും എല്ലാം കൂടെ അടിച്ച് പെരുക്കി ഒരു കിറങ്ങിയ അവസ്ഥയിലായിരുന്നു കേട്ടോ. ഇഞ്ചി മിഠായി അവസ്ഥയിൽ ആയെന്ന് പറയാം. എന്നാലും ആ കൊതി അങ്ങ് മാറി കേട്ടോ.